സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ഒരു കോഴ്സാണ് MBBS. നാട്ടിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പുറത്തേക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ചാൻസസ്, റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് കൂടുതലും പാരൻസ് ചോദിച്ചു വരുന്നത്. എന്തൊക്കെയാണ് നമുക്കിതിന് കൊടുക്കാൻ പറ്റിയ ഒരു ബേസിക് ഐഡിയാസ്? ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഒരു 58,000 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു 60,000+ അത്രയാണ് നമുക്ക് സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ടോട്ടലി ഒരു 1 lakh സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു 1.5 lakh സ്റ്റുഡൻസിനായിരിക്കും ഓൾ ടുഗെദർ ഫ്രം ഇന്ത്യയിൽ നിന്ന് നമുക്ക് അഡ്മിഷൻസ് കിട്ടുക. ഗവൺമെൻറ് കോളേജിലാണ് സ്റ്റുഡൻസിന് കിട്ടുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. പ്രൈവറ്റ് കോളേജസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വളരെ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അവർ പേ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റഡി അബ്രോഡ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ് അബ്രോഡ് സ്റ്റഡീസ് നമുക്ക് MBBSനുള്ളത്. ജോർജിയ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. MBBS ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ MBBS അബ്രോഡ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ബഡ്ജറ്റ് ചൂസ് ചെയ്യുക. ഗേൾസിൻ്റെ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും സേഫ്റ്റി ഒക്കെ നോക്കുന്നുണ്ടാവും. പിന്നെ നമ്മുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണോ എന്നുള്ളത് നോക്കാം. നമുക്ക് കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് നോക്കാം. ഇതൊരു സെൻട്രൽ ഏഷ്യ കൺട്രീസ് ആണ്, ഇങ്ങോട്ട് നോക്കാൻ പറ്റും. ഇനിയിപ്പോൾ റഷ്യയാണ് മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു കൺട്രി, ബിക്കോസ് 90+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് അവിടെയുണ്ട്. ഇനി ജോർജിയ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇവിടെ നമുക്ക് നഴ്സിംഗ്, MBBS എല്ലാ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. പിന്നെ മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള കരിക്കുലമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ യൂറോപ്പിലേക്ക് വേറെ ഏതെങ്കിലും കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് PG എടുക്കണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിലും പ്രീവിയസ് സ്റ്റഡീസ് യൂറോപ്യൻ കരിക്കുലം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി നമുക്ക് NMC റൂൾസ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 17 ഇയേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊരു 50% മാർക്ക് നമ്മുടെ 12th ഉണ്ടായിരിക്കണം. നീറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിലും നമുക്ക് MBBS പോസിബിൾ ആണ്. പക്ഷേ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക നീറ്റ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇയർ 144 മാർക്സ് ആണ് നമുക്ക് നീറ്റ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അബ്രോഡ് അഡ്മിഷൻ എടുക്കാൻ പറ്റും.